ആ ഒരു സൈസൊക്കെ 5 രൂപ തോത് കൊടുക്കും. അത് കൂടുതൽ കുട്ടികളെ വരി എന്താണടോ ഇങ്ങനെ റൗണ്ട് അടിക്കാണ്ട് ഇങ്ങോട്ട് വന്നോളി. അടുത്ത ഫീമെയിലിനല്ലേ എന്താപ്പത് കയ്യിലുണ്ട് ഒതുങ്ങണില്ലല്ലേ. ഇതുണ്ടല്ലേ മിൽറ്റ്. ഓ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് കേട്ടോ. വയനാട് ജില്ല എന്ന് പറയുമ്പോൾ ഒരുവിധം ആളുകൾക്ക് അറിയാം നമ്മളെ കോഴിക്കാർപ്പിൻ്റെ ആ ഒരു ഫാം, മെറാക്കി ഫിഷ് ഫാം. അപ്പോൾ ആ ഫിഷ് ഫാമിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നിവിടെ മെയിനായിട്ട് കോഴിക്കാർപ്പാണ് മെയിനായിട്ട്. കോഴിക്കാർപ്പിൻ്റെ ഒരു തരംഗം തന്നെയാണ്. അന്ന് വന്നേക്കാളും കൂടുതൽ ഇപ്പോൾ കോഴിക്കാർപ്പ് നമ്മൾ ബാക്കിൽ കാണുന്ന അത് ഫുള്ള് നാച്ചുറൽ പോണ്ടിലാണ് കോഴിക്കാർപ്പ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നാച്ചുറൽ പോണ്ടിൽ കോഴിക്കാർപ്പ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ്. സാധാരണ സിമെൻറ്റ് ടാങ്കിലാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ആ ഒരു ടാങ്കിൽ കോഴിക്കാർപ്പ് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ബ്രീഡ് ചെയ്യുന്ന ഒരു ഫാമാണ് കേട്ടോ. ഇവിടെ നിന്ന് സീഡ് ചെയ്ത് വലിപ്പം വയ്ക്കുന്നതല്ല, ഇവിടുന്ന് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേരൊന്നും എല്ലാവർക്കും പറഞ്ഞു കോയ. അപ്പോൾ ഇപ്പോൾ അന്നത്തേക്കാളും കൂടുതൽ ഇപ്പോൾ കോഴിക്കാർപ്പ് ഉണ്ട്. കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പിന്നെ ബൾക്കായിട്ട് കൊടുക്കാനാണ് മെയിൻ ആയിട്ടുള്ളത് ഉള്ളത്. ബൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പുകാർക്ക് സ്പെഷ്യൽ റേറ്റോട് കൂടിയിട്ട് കൊടുക്കാൻ പറ്റും. അന്ന് വന്നപ്പോൾ അങ്ങനെ ബൾക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ കൂടുതലും ബൾക്കാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. കോഴിക്കാർപ്പ് ബൾക്ക് പറഞ്ഞാൽ സാധാരണ വേറെ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഭാഗത്തൊക്കെ ബൾക്ക് കിട്ടില്ലുള്ളൂ. 5000, 10000, 25,000 ഒക്കെ കൊടുക്കാൻ സാധനം ഉണ്ട്. അത് സംഭവം തന്നെയുള്ളൂ. അത്ര 25,000 പീസൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സംഖ്യ ഉണ്ട്. 2 ഇഞ്ച് 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ളത്, 2 ഇഞ്ച് 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ളത്. പിന്നെ അത് 3 ക്വാളിറ്റി ആയിട്ടാണ്. അതായത് ഒരു വലിപ്പമല്ല, ഒരേ വലിപ്പമാണ്. അതേ സ്ഥാനത്ത് 10 രൂപ, 15 രൂപ, 20 രൂപ. 20 രൂപൻ്റെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി. അതിന്റെ ബ്രീഡിംഗ് പ്രൈസിനൊക്കെ ഒരുവിധമെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റും. അത്രയും ടോപ്പ് ആൻഡ് ടോപ്പ് ക്വാളിറ്റി. ഓക്കെ, അതേ രീതിയിൽ തന്നെ പിന്നെ കുട്ടികൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ കോഴിക്കാർപ്പിൻ്റെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുള്ളതും സെയിൽ ചെയ്യാനുള്ളതും അതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഫാമിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 3-4 വീഡിയോസ് ഉണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു പോണ്ടിലാണ് ഇവിടെ ഫാം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. നമ്മൾ വയനാട്ടിൽ കോഴിക്കാർപ്പിൻ്റെ ഒരു ഫാം പറഞ്ഞൊരു അത്ഭുതം തന്നെയാണ്. കാരണം വയനാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പല സമയത്തും പല ക്ലൈമറ്റ് ആയിരിക്കും. ചിലപ്പോൾ നല്ല തണുപ്പുണ്ടായിരിക്കും, ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ കോയാക്ക ഇവിടെ കോഴിക്കാർപ്പിൻ്റെ ഒരു 99% ഫാം ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഒരുപാട് ഫിഷുകളുണ്ട്. പക്ഷേ ആ ഫിഷൊക്കെ കുറയ്ക്കേണ്ട കാരണം എന്താണെന്ന് ആ വീഡിയോ ലാസ്റ്റിൽ പറയും. അതിൻ്റെ പുറമെ ഇപ്പോൾ ഫുള്ള് കോഴിക്കാർപ്പുകൾ ഇറക്കിയിരിക്കുകയാണ്. കോഴിക്കാർപ്പിൻ്റെ ഏറ്റവും ചെറിയ സൈസുള്ള ലക്ഷക്കണക്കിന് കോഴിക്കാർപ്പുള്ള പോണ്ടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ വലിയ സൈസിലുള്ള ഫീമെയിൽ ബ്രീഡിംഗ് പേരുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ ഇങ്ങനെ ഒരു കോഴിക്കാർപ്പിൻ്റെ മാത്രമായിട്ടൊരു ഫാം വരുന്നത് അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ആ ഒരു കൈപുണ്യം കിട്ടുന്നുണ്ടത് നമ്മളെ കോയാക്ക ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു ലെവലൊക്കെ എത്തിയത്. ഇവിടുത്തെ ബ്രീഡിങ് ഇവിടുന്ന് തന്നെയാണ് ബ്രീഡ് നട്ടല്ല, പുറത്തുനിന്ന് സീഡ് കൊണ്ടുവന്ന് ഈ നാച്ചുറൽ പോണ്ടിക്ക് ഇടല്ല. കോയാക്ക ഇവിടുന്ന് മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള ബ്രീഡിങ് സെറ്റപ്പ് ആക്കി അതിന് കുഞ്ഞുങ്ങൾ ഒരു ബ്രീഡിങ് പെയർന്ന് ചുരുങ്ങിയത് ഒരു 10,000, 30,000 കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഈ നാച്ചുറൽ ആയിട്ടുള്ള പോണ്ടിലേക്ക് ഇട്ട് അവിടുന്നാണ് സൈസാക്കി കൊണ്ടുവന്ന് ഇവിടുന്ന് സെയിലാക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് മുതലുള്ള കോഴിക്കാർപ്പുകൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കാർപ്പുകൾ ആണ് ഇപ്പോൾ 99% കോഴിക്കാർപ്പുകളുള്ളത്, വലിയ സൈസിലുള്ളത്. അതിൻ്റെ പുറമെ നമ്മൾ ഓസ്കാറുകളുണ്ട്, ഗെയിൻ ഗൗരുണ്ട്, ഗൗരാമി ഉണ്ട്, പിന്നെ ഏഞ്ചൽ ഉണ്ട്, ബട്ടിക്കോഫ്രികളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ നാച്ചുറൽ പോണ്ടിൽ സൈഡായിട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പുറമെ ഏറ്റവും മെയിനായിട്ടുള്ളത് കോഴിക്കാർപ്പുകളാണ്. ആദ്യം നമുക്ക് ഇതവിടെ കുറേ സംഭവം ഇപ്പം എന്താണ് ഇത് ഒക്കെ ആദ്യം നമ്മൾ ചെറിയ രീതിയിൽ അതിന് ഹാപ്പ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇവർക്ക് ഓക്സിജൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ലോങ്ങിലായിട്ട് 10 മീറ്റർ 12 മീറ്റർ നീളത്തിലായിട്ട് 3 മീറ്റർ വീതിയും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു നാച്ചുറൽ പോണ്ടിൽ ഇടുന്ന അതേ ഇതോട് കൂടിയിട്ട് തന്നെ അവർ വളരുന്നുണ്ട്. വേറെ ഓക്സിജൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിടിക്കാനും സുഖമാണ്. അപ്പോൾ ഇതിവിടെ ബ്രീഡായ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിരിക്കുകയല്ലേ? അതെ. ഓ, നമ്മൾ സുരേഷ് ഏട്ടൻ ഇപ്പോഴത്തേക്ക് പിടിക്കാൻ വേണ്ടി ഇറങ്ങാം അല്ലേ? അതെ. അപ്പോൾ ഏതാണ് നമ്മൾ ആദ്യം പിടിക്കാൻ പോകുന്നത്? ആദ്യം നമ്മൾ 6 ഇഞ്ച് 7 ഇഞ്ച് ഉള്ളതാണ് പിടിക്കുന്നത്. ഓ, അപ്പോൾ സെറ്റാക്കിയോണ്ട് നമുക്ക് വേഗം പിടിക്കാൻ പറ്റും, വേഗം അല്ലേ? പിടിക്കാൻ സാധിക്കും. അപ്പോൾ 6 ഇഞ്ച് സൈസിലുള്ളത് അല്ലേ? 6 ഇഞ്ചല്ല 8 ഇഞ്ച് വരെ ഉള്ളതുണ്ട്. 5 ഇഞ്ച് 6 ഇഞ്ച് 7 ഇഞ്ച് 8 ഇഞ്ച് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഫീമെയിലാണ്, ഇതെല്ലാം മെയിലാണ്. അതെ, ഫീമെയിലിന്റെ വയറൊക്കെ നന്നായിട്ട് വീർത്തല്ലേ? ഫീമെയിൽ. ഇതിലിപ്പോൾ ഏതൊക്കെയൊക്കെയാണുള്ളത്? ഇതിപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണത്?
ഇതിൽ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് സാധാ ക്വാളിറ്റി ആയിട്ടുള്ളതുണ്ട്. അതായത് ഇന്ത്യൻ അല്ല, ഇന്ത്യൻ മോഡൽ ആയിട്ടുള്ളതുണ്ട്, പിന്നെ ടോപ്പ് ക്വാളിറ്റി ഉള്ളതുണ്ട്. ഇതിപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഏതെല്ലാം വരുന്നത്? ഇതൊക്കെ പ്രീമിയം വൈറ്റ് പെട്ടതാണ്. അതെ. പിന്നെ ഇത് നല്ല ഇതിൽ പെട്ടതാണ്. പിന്നെ ഇത് നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. അതായത് ഇതിപ്പോൾ ഒരേ വലിപ്പമുള്ളത് തന്നെ. ഇതിപ്പോൾ ഒരു 7 ഇഞ്ച് ഉണ്ടാവും. ഇതൊരു 150 ഉറുപ്പ്യ കൊടുക്കുക. അതേ സ്ഥാനത്ത് അതേ വലിപ്പത്തിലുള്ള ഇതിന് 250 ഉറുപ്പ്യയോ. പ്രീമിയം വരുന്ന സമയത്ത് വിലയിൽ മാറ്റം ഉണ്ടാവും. ഇതൊക്കെ ആ ഒരു 150 റേഞ്ചിൽ വരുന്നതാണ്. ഇല്ല, ഇത് ചെറുതാണ്. ഇത് 50 ഉറുപ്പ്യ വരുന്നുള്ളൂ. 50 രൂപ വരുന്നത്. അതെ. ഈ 6 ഇഞ്ച് സൈസിൽ വയ്ക്കുന്നത് ഏകദേശം എത്ര മാസം പ്രായമായിട്ടുണ്ടാവും ഇപ്പോൾ? ഇതൊരു 5 മാസത്തിൻ്റെ ആ ഒരു ഇതിലുണ്ടാവും. 5 മാസത്തോളം. ഇത് നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാനില്ല. ഇത് കുറഞ്ഞ പീസേ ഉള്ളൂ. പിന്നെ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫീമെയിൽ ആയിട്ടുള്ള ഇത് 250 ഉറുപ്പ്യ വരും. ക്വാളിറ്റി കൂടിയ ഇതാണ്. അതേ സ്ഥാനത്ത് ഇത് 150 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റും. സിംഗിൾ കളറായിട്ടുള്ള ഇതും അതേമാതിരി തന്നെയാണ് വൈറ്റ്. ചിലത് ഉണ്ട് ഷോർട്ട് ബോഡി ആയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ചെറിയ പൈസ കൊടുക്കാൻ പറ്റും. പിന്നെ അതേ സ്ഥാനത്ത് നല്ല ക്വാളിറ്റിയുള്ള ഇത് 500 രൂപ വരും. ഇത് ഉണ്ട് ബട്ടർഫ്ലൈ ആണ്. അതെ. അതുപോലെ ഇത് വലുതാകുന്നതിനനുസരിച്ച് ഈ ഇതൊക്കെ ഇത് 500 ഉറുപ്പ്യക്ക് കൊടുക്കാൻ പറ്റും. നല്ല വയറൊക്കെ നല്ല വീർത്ത് വരുന്നുണ്ട്. അതെ. ഇതിനും അതേ റേറ്റ് തന്നെ വരും. കാരണം അതെ. ഇതൊക്കെ ഇവിടുന്ന് ആയതല്ലേ? ആണ്. ഇവിടുന്ന് സെറ്റ് ആയത്. ഇതിൻ്റെ കൂടെ ഉള്ളതൊക്കെ വിറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഐറ്റംസ് നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി. ഈ ഒരു സൈസിൽ എത്ര വരുന്നതിന്? ഇത് 50 ഉറുപ്പ്യ. 50 രൂപ അല്ലേ? അതെ. അത് എത്ര ഇഞ്ചായിട്ടുണ്ടാവും? ഇത് ഒരു 5 ഇഞ്ചിൻ്റെ ഇതിലുണ്ടാവും. 4-5 ഇഞ്ച്. ഇത് ഗോൾഡ് ഫിഷാണ്. ഇത് നമ്മളെ കാഴ്ചക്ക് പിന്നെ ഇതായിട്ടാണ് തോന്നുക, പിന്നെ ഫീമെയിലായിട്ട്. പക്ഷെ ഇത് മെയിലാണ്. ഇതുണ്ടോ? ഒരു മിനിറ്റ്. മിൽറ്റ് ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നെ പേരൻസ് ആയിട്ടുള്ളൊരു 5-6 ജോഡി നമ്മൾ ഇരുത്തുന്നുണ്ട്. നമ്മൾ പിന്നെ ഇതാന്നാണ് ബ്രീഡിങ്ങിന് വേണ്ടി മാറ്റി വെച്ചാണ്. ഇതൊന്നല്ല, ഇതിലും വലിപ്പമുണ്ട്. മറ്റേതിനൊക്കെ മെയിലിനൊക്കെ ഇതിലും വലിപ്പമുണ്ട്. അല്ല, മെയിൽ, സോറി, ഫീമെയിൽ. ഇത് ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിൽ നമ്മളിവിടെ കൂടെ ഉണ്ട്. അതെ, അതിന് വേണ്ടി മാറ്റിയിട്ടതാണ്. പിന്നെ നല്ല ഇറക്ഷനെ കൊടുത്താൽ അല്ലാതെ ഇതാവും. അതേ സ്ഥാനത്ത് ഈ കളറ് നല്ല റെഡിഷ് കളറ്. ഇതിൻ്റെ കുറേ പീസ് ഉണ്ട്. ഇനിയുണ്ട്. ഇല്ല, ഇത് കൊടുക്കൂല. അത് ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം. അതെ. ഇത് രണ്ടും പിന്നെ ഗോൾഡ് ഫിഷാണ്. ഗോൾഡ് ഫിഷിൻ്റെ അതെ നിറത്തിൽ ചെറിയ മാറ്റമുണ്ട്. ഒന്ന് നല്ല സൂപ്പർ ഗോൾഡാണ്, ഒന്ന് ഒരു ഇത്തിരി ഒരു കളറ് ഇതായിട്ടാണ്. പക്ഷെ രണ്ടും മെയിലാണ്. ഇതുണ്ടല്ലേ മിൽറ്റ്? ഇതിനും മിൽറ്റ് ഉണ്ട്. അതെ സെയിം തന്നെ. വെള്ളം മാറി നല്ലോണം എയറേഷൻ കൊടുത്താൽ ഇതായി കിട്ടും. അതെ. ഇതൊക്കെ ഗിരീഷേട്ടാ, ഇത് പിന്നെ ഇതാണ് മെയിലാണ്. മെയിലാണ് നമ്മൾ ബ്രീഡാക്കുന്ന പിന്നെ മെയിലാണ്. ഇതോ കണ്ടത് ജെൻഡറിലാണ്. മറ്റേ ഈ തിളങ്ങുന്ന ഇതായിട്ടുള്ള കൊഹാക്കോല് ജെൻഡർ. കൊഹാക്കോല് ജെൻഡർ. ഇതൊക്കെ നമ്മളെ മെയിലാണ്. ഇതാ കൊരാസു ഫുൾ ബ്ലാക്ക്. ഇത് ഏകദേശം 2-ന്റെ അടുത്തൊക്കെ ഉണ്ടാവും. അല്ല, സോറി, 2 ഫീറ്റ് ഉണ്ടാവില്ല, 1.5 ഫീറ്റ്, 15 ഇഞ്ച് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ കുട്ടികളാണ് ഇപ്പോൾ നമുക്ക്. പിന്നെ ചെറിയ കുട്ടികൾ 2 ഇഞ്ച് 2.5 ഇഞ്ച് കൊടുക്കാനുള്ളത് ഇവരെ കുട്ടികളുണ്ട്. ഇതിൻ്റെതുണ്ട്. ഇതൊക്കെ മെയിലാണ്. ഇല്ല, പടുത്ത് അതെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഫീമെയിൽ നല്ല കൊഹാക്കുവിൻ്റെ കൂടെ ഇട്ടിക്കുകയാണെങ്കിൽ അതേ ഇതിൽ തന്നെ കിട്ടും.
അപ്പോൾ ഈ കാണിക്കുന്നത് കൊടുക്കാമല്ലോ അപ്പോൾ ഇല്ല, അത് നല്ല കസ്റ്റമർ വന്നാൽ ആവശ്യപ്പെടുന്നവർ കൊടുക്കുകയും ചെയ്യും. നമ്മൾ ബ്രീഡ് അപ്പോൾ ചോദിച്ചാൽ മതി. അതെ 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 ബ്രീഡാക്കുന്ന സൈസാണ്. കറക്റ്റ് സൈസ്. അതെ 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 അതെ. ഇത് ഈ മഞ്ഞ നല്ല അടിപൊളി അല്ലേ? ഓ മഞ്ഞ അതും പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ നല്ല ഈ പാറ്റേണോട് കൂടിയിട്ടുള്ള എല്ലാം ഒന്നൊന്നിന് മെച്ചാണ്. പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്താൽ അധികം ചാടൂല. അതെ 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 അതെ. ഫീമെയിൽ വേറെ ഉണ്ട് പുറത്ത് കുളത്തിൽ ഡയറക്റ്റ് ഇറക്കിയത് കുറേ അതുണ്ട്. ഇതാണ് പിടുത്തം. അതെ അതെ അതെ. അങ്ങനെ പിടിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു അതെ അവർക്കൊരു സേഫ്റ്റി തോന്നി. അതെ 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 അതെ. ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ല, പക്ഷേ കസ്റ്റമർ വന്ന് ഇഷ്ടപ്പെട്ട് അതിൽ കൊടുക്കുകയും ചെയ്യും. ഇത് മെയിൽ തന്നെയാണ്. ഓ ഓ ഓ എന്താപ്പത്? ഇതൊക്കെ ഫീമെയിലാണ്. ഓ ഒമ്പൻ സൈസായിട്ടല്ലേ? ഇതൊക്കെ കണ്ടോ വയറ് ഇതായിട്ടുള്ള. നല്ല വാങ്ങിയ 2 വർഷം മുമ്പ് നമ്മൾ 8000 റുപ്യക്ക് വാങ്ങിയ പീസാണ് ഒരു പീസ്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ 2 ഫീറ്റിന്റെ മേലെ. ഫീമെയിലാണ്, മെയിലിന്റെ ഡബിള് വലിപ്പുള്ളത്. ഇതിൻ്റെ ഒക്കെ കുട്ടികളുണ്ട് കേട്ടോ. ഇത് ഫീമെയിലാണ്. ഇതൊക്കെ കണ്ടില്ലേ? ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് പിന്നെ നല്ല ജാപ്പാനീസ് ഇതിൽപ്പെട്ട പിന്നെ എന്തായാലും ഇതിൻ്റെ അത്രയും ഡിമാൻഡുള്ള സംഭവമാണ്. ഇതിൻ്റെ ഒക്കെ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ഇതൊക്കെ 2 ഫീറ്റിൻ്റെ ആ ഒരു അതെ ആണ് കൊഹാക്കുവിൻ്റെ അത്ര. ഇതൊക്കെ ഫുള്ള് എഗ് ലോഡാണ്, പടുത്ത് ബ്രീഡാക്കേണ്ടിയാണ്. ഇത് ഒരു 2 സ്പോട്ട് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ മെയിൽ പിന്നെ നല്ല ഇതേ രീതിയിലുള്ള പാറ്റേണോട് കൂടിയിട്ടുള്ളത് ഈ ഫീമെയിൽ ഇട്ട് കൊടുത്താൽ പിന്നെ കിട്ടുന്ന മക്കൾ നല്ല ഇതായിരിക്കും. പാറ്റേൺ കിട്ടും. പിന്നെ ഇത് നല്ല കുട്ടികൾ, ഇത് ഏത് സമയത്തും ബ്രീഡാക്കിയാൽ ശരിക്ക് കുട്ടികൾ തരുന്നതാണ്. ഇവനൊക്കെ നല്ല. ഇത് ഇഞ്ചക്ഷനിൽ ചെറിയ പിന്നെ ഇത് പറ്റിപ്പോയതാണ്. ഇത് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കും. ഇതൊക്കെ നല്ല കളർഫുൾ ഇല്ലപ്പെട്ട. അതെ അതെ. അല്ല, നമ്മൾ അവിടുന്ന് ബ്രീഡാക്കിയിട്ട് പിന്നെ കൊണ്ടുവരിക ചെയ്യുക. ബ്രീഡാക്കാൻ ഒരു ദിവസം ഇഞ്ചക്ഷൻ ചെയ്യാതെ ബ്രീഡിങ്ങിന് ഇടും. ഒരു ഫീമെയിലും 2 മെയിലും കൂടിയും ആ ഒരു അനുഭവത്തിലാണ് ഇടല്. പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് എഗ്ഗ് വന്നിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഹോർമോൺ ഇഞ്ചക്ഷൻ ചെയ്യും. പിന്നീട് ഇത് ഹാപ്പ മാറ്റിയിടും. ബ്രീഡായതിന് വേറെ ഹാപ്പയിലിടും. ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പം ബ്രീഡായത് ഇട്ടതാണ്, മറ്റേതിൽ വേറെ ഇടും ബ്രീഡാവാനുള്ളതും. അതെ. ഇതിലൊക്കെ എല്ലാവരും പറയുന്ന രീതിയിൽ ഏകദേശം 1 ലക്ഷം കുട്ടികളൊക്കെ കിട്ടും. അത്ര ഇതൊന്ന് തന്നെ കിട്ടും. അതൊക്കെ അത്രയും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഇതൊക്കെ പിന്നെ ഉണ്ട് ഇതൊക്കെ കറക്റ്റ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ക്രോസിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ റെഡിയാണ്. ഇല്ല ഇവർക്ക് ആവശ്യമില്ല. ഇല്ല വരുന്നില്ല, ബ്രീഡ് ആയിക്കോളും. അതിലേക്ക് തന്നെ എന്നിട്ട് നമുക്ക് ഇതിപ്പോ നമ്മള് കോഴിക്കാറിന് പിടിക്കേണ്ട ഇടയിൽ കിട്ടിയാണല്ലോ. അതെ അതെ അതെ. പാക്കോ. ഇത് ആൽബിനോ ആണ്. ആൽബിനോ റെഡ് ആയി അല്ലേ? അതെ. ഇതിന് പല്ല് നല്ല മൂർച്ചയാവും. അതെ അതെ അതെ. അതാ ഇതൊരു 10-30 പീസ് ഉണ്ട് നമുക്ക് കൊടുക്കാൻ. ഉണ്ട്. ഒരു അടിന്റെ മേലെ ഉണ്ട്. ഒരു അടിന്റെ മേലുണ്ട്.
ഇതിലിട്ട് ഈ പോണ്ടിലിട്ട് വലുതായതാവൂല. അതെ അതെ അതെ. ഇഷ്ടം പോലെ ഇതൊക്കെ കൊഹാക്കോ നേരത്തെ മെയിൽ കാണിച്ചു തന്നല്ലോ, അതിൽ ചെറിയൊരു ഇതായിട്ടുള്ള കൊഹാക്കോ ആണെങ്കിലും ഇവരെ കൂടെ ഇടണം. ഇവരെ കൂടെ ഇട്ടാൽ ഇതേ കറക്റ്റ് പാറ്റേണിൽ കിട്ടും. അതുപോലെ ഇത് ഇപ്പോഴും എഗ്ഗ് ലോഡായില്ല. കാരണം ടോപ്പ് ക്വാളിറ്റി അത്രയും വലിയതായാൽ മാത്രമേ എഗ്ഗ് ലോഡാവൂ. അല്ലാതെ അങ്ങനെയുണ്ട്. വയറ് വീർത്ത് ഇത് ശരിക്കും ആയില്ല. ഇത് നോക്കിയാൽ അറിയാം. ഇത് ഫീമെയിലാണ്. ഇത് ഫീമെയിലാണ്. ഇതിൻ്റെ മെയിലായി നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് ബ്രീഡാക്കിയതാണ് ഇപ്പോൾ നാലാംകുളത്തിൽ. പിന്നെ ഇതും അത്രയും വലുതാകുന്ന ഇതാണ്. ഉണ്ട്. അതെ, ഇതൊക്കെ ശരിക്കുള്ള നല്ല ഗോൾഡ് തന്നെ. ഇതിൽ തന്നെ ഈ റെഡ് ഇതുണ്ടല്ലോ, ഈ സ്പോട്ടുകളൊക്കെ, ഇതൊക്കെ ഒന്നുകൂടി വലുതാകുന്നതിനനുസരിച്ച് ഇതന്നെ കിട്ടും. അതെ, ഇവർക്കൊക്കെ ഇതേ കറക്റ്റ് പാറ്റേണിലുള്ള പിന്നെ പേരൻസിനാണ് നമ്മൾ കൊടുക്കുന്നത് ബ്രീഡിങ്ങിൻ്റെ സമയത്ത്. അതെ അതെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ കൊയ്ക്കാർപ്പുകളും നമ്മൾ ആപ്പിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് എടുക്കുന്ന സംഭവത്തിൽ നമുക്ക് അതിന് ചെമ്മീനെ കിട്ടിയിട്ടോ. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ വൈറ്റുള്ള ചെമ്മീൻ. അപ്പോൾ അതിന് പുറമെ ചെറിയ ചെറിയ ജന്തുക്കൾ, ചെറിയ പ്രാണികളുണ്ടാവും അല്ലേ? പ്രാണികളുണ്ട്, ഇഷ്ടം പോലെ ഇതുണ്ട്. അല്ലാതെ പിന്നെ ഇത് തോടൻ എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ അതുപോലെ ഒരു ചുവന്ന കളറിലുള്ള സെന്റർ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു സൈസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ നശിപ്പിച്ചാലും വീണ്ടും ഉണ്ടാവും. അതുപോലെ തിലാപ്പിയ നമ്മൾ അവിടെ ഫുള്ള് പിടിച്ച് ഒഴിവാക്കി കുമ്മായൊക്കെ ഇട്ടിട്ടു ചളീൻ്റെ ഉള്ളിൽ എന്തോ എഗ്ഗ് കിടന്നത്, അത് ഈ കുട്ടികളെ ഇറക്കി കഴിഞ്ഞ് വീണ്ടും അതും വളർന്നു. അപ്പം നമുക്ക് ഇവിടെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ആ ചെമ്മീൻ നമ്മളെ ഇവിടുത്തെ ഓസ്കാറുകളുണ്ടല്ലോ, ഓസ്കാർ വമ്പൻ ഓസ്കാറായി വരാനുള്ള കാരണം ഇവിടെയുള്ള ചെമ്മീനാണ് മെയിൻ ഗുണം. ചെമ്മീൻ അത്രയും പ്രോട്ടീൻ കണ്ടുള്ള സംഭവമാണ്. ആ ചെമ്മീനെ 2 വലിയ പീസ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അതായത് നമ്മളിപ്പോൾ ഒരു കുളം പറ്റിക്കുന്ന സമയത്ത്, അതായത് ഫുള്ള് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുളത്തിൽ ലാസ്റ്റ് അതിൻ്റെ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം കുമ്മായ ഇടും. ഒരു 10 കിലോ 15 കിലോ കുമ്മായ ഇട്ടിട്ട് ഒരു 4 ദിവസം പിന്നെ ആ കുമ്മായ ഇട്ടിട്ട് വെച്ച്, അപ്പോൾ അതോട് കൂടിയിട്ട് തോടന്, ഫീഡ് കപ്പി, പിന്നെ അങ്ങനെയുള്ള ചാറ് ചപ്പർ ആയിട്ടുള്ള എല്ലാം ചത്തുപോകും. അതിന് ശേഷം പിന്നെ പച്ച ചാണകം, കടലപ്പിണ്ണാക്ക്, യൂറിയ, ഈ 3 കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കയറ്റും. കുറച്ച് വെള്ളം അടിച്ചതിന് ശേഷം അങ്ങനെ അതിൽ പിന്നെ കുറച്ച് മൊയിന്, ഡാഫ്നി ഇട്ടിട്ട് ഒരു 10 ദിവസം ആകുമ്പോൾ ഇത് നിറയെ, അപ്പോഴേക്കിന് വെള്ളം ഫുള്ളായിട്ടുണ്ടാവും, നിറയെ പിന്നെ നിറഞ്ഞിട്ടുണ്ടാവും. ഡാഫ്നിയെയും മൊയിനെയും നിറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ല അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവരൊക്കെ ഇറക്കുന്നതിൻ്റെ ചെമ്മീനും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇതായി വരുമ്പോൾ ഈ ചെമ്മീൻ അതുപോലെ ഒരു ചുവന്ന കളറിലുള്ളൊരു ചെറിയ മീനുണ്ട്. അത് പിന്നെ അതുപോലെ ഫീഡ് കപ്പി, ഇതൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. കുളം നിറയെ ഉണ്ടാവും. നമ്മൾ ഓരോ ഹാർവെസ്റ്റിലും ഇവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ കൊയ്ക്കാർപ്പ് നല്ല സൈസും. അതെ അതെ അതെ. ഓസ്കാറിന് കഴിക്കാൻ ചെമ്മീൻ, അതെ തീർച്ചയായിട്ടും ഇതിൽ അങ്ങനെ തന്നെ ഉണ്ടാകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നു. വളർത്തുന്ന ചെമ്മീനല്ലല്ലോ ഇത്. നമുക്ക് ആദ്യം ഒരു പിന്നെ നേപ്പാളി ഉണ്ടായിരുന്നു, അവര് കഴിക്കാറുണ്ടായിരുന്നു. അവന് ഫ്രൈ. ഇത് മെയിലാണ്, മെയിലും ഫീമെയിലും. അതെ, ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെ കുഞ്ഞുങ്ങൾ മത്സ്യങ്ങൾക്ക് നന്നായിട്ട് നല്ല പ്രോട്ടീനാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടാറുണ്ട്. എഗ്ഗ് ഇഷ്ടം പോലെ. ഇതെങ്ങനെ നശിപ്പിക്കാൻ നോക്കിയാലും ആവില്ല. അതുപോലെ തന്നെ പിന്നെ ഇത് മത്സ്യങ്ങളെ ആക്രമിക്കില്ലല്ലോ. ഇല്ലല്ല, അങ്ങനത്തെ കുഴപ്പമില്ല. അതെ, നിറയെ ഉണ്ടാവും. അപ്പോൾ കോയക്ക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കൊയ്ക്കാർപ്പിന്റെ തൊട്ട് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ കൊയ്ക്കാർപ്പിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞു. അപ്പോൾ ഇനി അത് പറഞ്ഞാൽ റിപ്പീറ്റ് ആവും. അപ്പോൾ നമ്മൾ കൊയ്ക്കാർപ്പിന്റെ ബ്രീഡിംഗ് കുഞ്ഞുങ്ങളന്ന് ആപ്പയ്ക്ക് ഇറക്കിയിരുന്നത്. ഇപ്പൊ എന്താ മാറ്റം വരുത്തി? ഇപ്പൊ എന്താ പുതിയ? ഇപ്പോൾ നമുക്ക് ഈ ചെറിയ ഹാപ്പയിൽ ഇറക്കുന്ന സമയത്ത് ഒരു ബ്രീഡിങ്ങിന് നമ്മൾ ഇറക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ കൂടെ തന്നെ ഈ തോടന്, പിന്നെ പരള്, അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണല്ലോ, അപ്പൊ തുമ്പിന്റെ ലാർവ, ഇതെല്ലാം കൂടി ആയിട്ട് കുട്ടികളെ നമ്മൾ പിടിക്കാനാവുമ്പോഴേക്കിനും നല്ലൊരു ഭാഗം അവര് കഴിക്കും. രണ്ടാമത് നമ്മൾ വീണ്ടും അതിൽ തന്നെ ഇടുന്ന സമയത്ത്
ഈ ചെറിയ കുട്ടികളെ 99% അവർ കഴിച്ചു കളയും. അപ്പോൾ ഇതിങ്ങനെ പൊക്കി കെട്ടും. ഇതിപ്പോ ഇതേമാതിരി ഡ്രൈ ആക്കിയിട്ട് നമ്മൾ എടുക്കലുണ്ട്. അങ്ങനെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അതിലുള്ള എഗ്ഗൊക്കെ എല്ലാം പോയിക്കോളും. പിന്നീട് രണ്ടാമത് എടുക്കും. പക്ഷെ അതിനേക്കാളും ഏറ്റവും സക്സസ് ആയിട്ട് ഇപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിനൊരു സന്തോഷം തോന്നുന്നത് ഇത്രയും കാലത്തെ ഈ ഒരു അനുഭവത്തിൽ ഇതാണ്. ഡയറക്റ്റ് ഇറക്കി വിടുക. അതായത് ഇപ്പൊ ഈ 3 കുളം, ഇതിപ്പോ 15-15-ന്റെ ഒന്ന്, അതിന്റെ അടുത്തത് 12-12-നാണ്, അപ്പുറമുള്ളതും 15-15-ന്റെ. ഈ കുളത്തില് നമ്മളിപ്പോ ഇതിൽ 11 സെറ്റ് ഇറക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കുളം നിറയെ മീൻ കണ്ടിരുന്നത് 8 സെറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിലും കൂടുതൽ കുട്ടികൾ ഇതിലുണ്ട്. പക്ഷെ ഇതൊരു 10-20 ദിവസം ആകുമ്പോൾ എല്ലാം പൊങ്ങി വരാനാവുന്നേ ഉള്ളൂ. ഇപ്പൊ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ആ നാച്ചുറൽ പോണ്ടിക്ക് ഇറക്കുന്നതിന് മുന്നേ വെള്ളം ഫുള്ള് വറ്റിക്കില്ലേ? ഫുള്ള് വെള്ളം വറ്റിച്ചിട്ട് കുമ്മായം ഇടും. കുമ്മായം പിന്നെ ബെതറിയിട്ട് ഈ പറഞ്ഞ അതിഥികളായിട്ട് വരുന്നവര്, അതായത് ഒന്ന് തോടന്, പരള്, പിന്നെ ചെമ്മീനും കൊണ്ട് ഉപദ്രവമല്ല, പക്ഷെ അത് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നശിപ്പിച്ചതിന് ശേഷം പിന്നെ പച്ച ചാണകം, കടലപ്പിണ്ണാക്ക്, യൂറിയ, ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലിറക്കും. അതിന്റെ മുൻപായിട്ട് ഉണക്കൽ പാള, അതായത് നമ്മുടെ കവുങ്ങിന്റെ പാള, ഈ പട്ട കൂടാതെ പാള മാത്രം, അതുപോലെ വാഴയുടെ കരിയില, പിന്നെ ഉണങ്ങിയ കരിയില, ഇതെല്ലാം കെട്ടിയിടും. അത് ഇൻഫോസൂര്യ ഫോം ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം ഈ വെള്ളം ചാണകമെല്ലാം ഡൈല്യൂട്ട് ചെയ്ത് ഇതിൽ ഒഴിച്ചതിന് ശേഷം മൊയിനെയും ഡാഫ്നിയും അതും ഇറക്കി വിടും. അങ്ങനെ ഒരു 10-12 ദിവസം വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏത് കോർണർ നോക്കിയാലും ഫുള്ള് മൊയിനെ ഇതെല്ലാം കളിക്കുന്നത്. അതെ, അതിലേക്കാണ് നമ്മൾ കുട്ടികളെ ഇറക്കുന്നത്. പിന്നെ ഒരു മാസത്തിന്റെ മേലെ നമ്മൾ ഒരു തീറ്റയും കൊടുക്കുന്നില്ല. അത് നല്ല അത്ഭുതം തന്നെ. ഒരു മാസത്തേക്ക് കുട്ടികൾക്ക് തീറ്റ കൊടുക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള തീറ്റ എടുക്കും. നാച്ചുറലായിട്ട്. എന്നിട്ട് അവര് ഏകദേശം ഒരു 1.5 ഇഞ്ച് പ്ലസ് ആയിട്ട് വളർന്നതിന് ശേഷം നമ്മൾ കാണാൻ തന്നെ കിട്ടുന്നുള്ളൂ. അതുവരെ കാരണം അവർക്ക് ഇഷ്ടം പോലെ തീറ്റയുണ്ട്. പിന്നെ ഹൈഡ് ചെയ്ത് നിൽക്കാൻ ഈ സൈഡിലൊക്കെ ഉള്ള ഇതുണ്ട്. പിന്നെ അതുപോലെ ഈ പായലും ഇട്ട് കൊടുത്തുകൊണ്ട് പായലിന്റെ അടിയിലാണ് കൂടുതൽ സമയം ഉണ്ടാവുക. അതിനുശേഷം പിന്നെ നല്ല പ്രോട്ടീനുള്ള ഗ്രോവലിന്റെ ന്യൂട്രലാണ് കൊടുക്കുന്നത്. അത് ഒരു മാസം ഏകദേശം ഒരു 1.5 മാസത്തിന്റെ അടുത്ത് അതുവരെ ഒന്നും കൊടുക്കണ്ട. ഈ ന്യൂട്രലില് കൊടുക്കുന്നതോടുകൂടി പിന്നെ സഡൻ ഗ്രോത്ത്, പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കൊയ്ക്കാർപ്പിന്റെ കുഞ്ഞുങ്ങളെ സൈസ് ആക്കി എടുക്കുന്നത്. അടുത്ത കൊയ്ക്കാർപ്പാണ്. അതെ, ഇത് നോർമൽ കൊയ്ക്കാർപ്പാണ്. നോർമൽ ഇതിൽ ഇതൊക്കെ നല്ല ജാപ്പനീസ് പാറ്റേൺ ഉള്ളതാണ്. പിന്നെ ഇതൊരു 4-5 ഇഞ്ച് വരെ ഉള്ളതുണ്ട്. ഇതിലുണ്ട്. ഇത് പിന്നെ 2.5-3 ഇഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെത് വേറെ തന്നെ ഉണ്ട്. പിന്നെ 15 രൂപൻ്റെത് വേറെ ഉണ്ട്. പിന്നെ 30 രൂപൻ്റെ ഉണ്ട്. ഇത് 50 രൂപൻ്റെ ആണ്. അതെ, 4-5 വേറെ കാണിക്കാനുണ്ട്. ഇത് 50 രൂപൻ്റെതാണ്. ഉണ്ട്. കളറിന് റേറ്റ് തന്നെ. അതെ, ഏത് വേണമെങ്കിലും. അതെ, പീസിന് ഒരു ഇല്ലല്ല. ഇത് പിന്നെ ഷോപ്പുകാർക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ. 2 ഇഞ്ച് 2.5 ഇഞ്ച് അതെ 2.5 ഇഞ്ചിൻ്റെ ഇതാണ്. ഇതിന് 15 രൂപയേ ഉള്ളൂ ഒന്നിന്. ഇതും 2.5 ഇഞ്ച് വരുന്നത്. അതെ, 2.5 ഇഞ്ച് വരുന്നത്. ഇതും പിന്നെ ഒരു പീസിന് 15 രൂപയാണ് ഈ ഒരു സൈസിലുള്ളത്. അതെ. അടുത്തത് ഇത് 3 ഇഞ്ച് 4 ഇഞ്ച് വരുന്നുണ്ട്. ഇതിന് 30 രൂപയേ ഉള്ളൂ. 30 രൂപ. അതിൽ നല്ലൊരു ബ്ലാക്ക് കളറിലൊക്കെ വരുന്നുണ്ടല്ലോ. ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. മിക്സ് ആയിട്ട്. ഇതൊക്കെ ജാപ്പാനീസ് പാറ്റേൺ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരേ പിന്നെ സ്റ്റേബിൾ ആയിട്ട് അല്ലാതെ ബ്രീഡ് ആക്കിക്കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതെ, ഒരു മിക്സ് കയറിയിട്ടുള്ള ഇതിൽ തന്നെ. ഇതൊക്കെ പിന്നെ നല്ല ജാപ്പാനീസ് ഇതാണ്. ഇതൊന്നും ഇതാകുന്നില്ല. ഇതൊക്കെ കലപ്പിൽ എല്ലാം ഇതിൽ തന്നെ കൊടുക്കുക. ഇതൊക്കെ നല്ല കളർഫുള്ള്, നല്ല പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. ഉണ്ട്. ഇതും പിന്നെ ഷോപ്പുകാർക്ക് സ്പെഷ്യൽ റേറ്റ് ആണ്. ഇതും ഷോപ്പുകാർക്ക്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് കൊയ്ക്കാർപ്പുകൾ നോക്കി. ഇനി ഇവിടുത്തെ തരംഗാവാൻ പോകുന്ന ലക്ഷക്കണക്കിന്
കൊയ്ക്കാർപ്പാളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നിച്ച് കാണിക്കില്ല, ആ പോണ്ടിൽ ലക്ഷക്കണക്കിന് കൊയ്ക്കാർപ്പാളുണ്ട് ചെറിയ സൈസിലുള്ളത്. അതാണ് ഇനി തരംഗാവാൻ പോകുന്നത്. നമ്മളെ വയനാട്ടിലെ ഈ ഒരു മിറാക്കി ഫിഷ് ഫാമിലെ ആ ഒരു 2.5 ഇഞ്ച് സൈസിലുള്ള ആ കൊയ്ക്കാർപ്പാൾ. അപ്പോൾ അത് നമ്മൾ ആ പോണ്ടിലുണ്ട്. ആ പോണ്ടിൽ നിന്ന് കോരണം. കുറച്ച് ടൈം പിടിക്കും, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആപ്പയിലുണ്ട്, ആപ്പയിൽ നിന്ന് കോരിയിട്ട് അത് നമുക്ക് ബേസിലേക്ക് എടുത്ത് കാണിക്കാം. അപ്പോൾ പക്കാ ക്വാളിറ്റിയിൽ ഇവിടെ ബ്രീഡ് ചെയ്ത ആ ഒരു കൊയ്ക്കാർപ്പാളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്ന സീഡല്ല കേട്ടോ, ഇവിടെ നിന്ന് വലുതായി കഴിഞ്ഞ ആ ഒരു ലക്ഷക്കണക്കിന് സീഡ് ആ ഒരു കൊയ്ക്കാർപ്പാളാണ് ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അതൊരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് പോണ്ട് കണ്ടു, ഇനി ഇതാ സെക്കൻഡ് പോണ്ട്. ഇത് സെക്കൻഡ് പോണ്ട്. ഇതിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ കിടക്കുന്നത്. അതായത് ഇപ്പോൾ കാണിച്ച പിന്നെ പേരൻസ് ഉണ്ടല്ലോ, അത്രയും സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള അവരെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് ഒന്നായിട്ട് കാണുന്നുണ്ടല്ലോ, അതേമാതിരി അപ്പുറം കാണാം, അവിടെ കാണാം. ഈ കുളത്തിൻ്റെ ഏത് ഭാഗത്തും നോക്കിയാലും സെൻറ്ററിലേക്ക് നമുക്ക് അവിടെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഇപ്പോൾ തീറ്റിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമല്ല, അപ്പോൾ അതിന് മാത്രം ഉണ്ട്. അതായത് അതിനകത്ത് എത്ര ഇഞ്ചിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഇതിപ്പോൾ 2 ഇഞ്ച് 2.5 ഇഞ്ച് 5 ഇഞ്ച് വരെ ഉള്ളുണ്ട്. ഷൂട്ടേഴ്സൊക്കെ 5 ഇഞ്ച് വരെയൊക്കെ ആയതുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതെ, ഇതിപ്പോൾ 8 സെറ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 8 സെറ്റ്, അതായത് ഒരു ഫീമെയിലും 2 മെയിലും ആയിട്ടുള്ള ജോഡിയിൽ. അത് പക്ക നമ്മൾ ഇപ്പോൾ ഇതാണെങ്കിൽ പിന്നെ കൊഹാക്കു ആണെങ്കിൽ കൊഹാക്കു തന്നെ ആയിരിക്കും ജോഡി ഉണ്ടാവുക. അത് കുട്ടികൾ ഇതിൽ അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ മിക്സ് ആക്കിയിട്ടാൽ ഇപ്പോൾ ഒരു ട്രൈ കളറും ഒരു കൊഹാക്കു പിന്നെ ഒരു വൈറ്റ് കളർ അങ്ങനെയെല്ലാം കൂടിയും മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഇന്ത്യൻ പാറ്റേൺ എന്നുള്ള ആ രീതിയിലാണ് വരിക. ഇത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ ഇല്ല ഇത് നമ്മൾ അതെ മനസ്സിലാകാൻ കഴിയും. അപ്പോൾ നമ്മളവിടെ പിടിച്ചതുണ്ട്, അത് നമുക്ക് അല്ലാതെ തന്നെ കാണിച്ചു തരാൻ പറ്റും. ഇതിപ്പോൾ ഗിരീഷേട്ടൻ ഇപ്പോൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കിയാൽ ഓരോ ഭാഗത്തും കാണാം ഇതേമാതിരി ഗ്രൂപ്പായിട്ട് ഇവർ വന്നത് കാണാം. അതെ 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 അതിൽ കൊഹാക്കോ ഉണ്ട്, എല്ലാ സൈസും ഉണ്ട്. പിന്നെ ജനറൽ ആയിട്ടുള്ളതും മത്സുബ 500 ഗ്രാമിൻ്റെ 4 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 2 കിലോ തീറ്റ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, വേണം. അതായത് 0.6 ന്യൂട്രലിലാണ് കൊടുക്കുന്നത്. അതെ, 0.6 ന്യൂട്രലിലെ തീറ്റ കൊടുക്കുന്നത്. അവിടെ ഇതിപ്പോൾ 3 മാസം ആവുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് കളറ് കയറുന്നതിൻ്റെ മുമ്പായിട്ട് ഇട്ടതാണ്. അതെ 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 ഇതിപ്പോൾ നമുക്ക് ഇതിൽ ബേസിൻ്റെ അടുത്ത് കാണാനുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇപ്പം നമ്മൾ അവിടെ ഗ്രൂപ്പ് കണ്ടല്ലോ, അതേമാതിരി ഇതാ വേറെ ഗ്രൂപ്പ് ഇവിടെ, അത് അപ്പുറം അവിടെ പോയി നോക്കിയാലുണ്ടോ, അതിൻ്റെ അപ്പുറം ഉണ്ടോ. അതായത് ഈ കുളത്തിൻ്റെ ഏത് ഭാഗത്തും നോക്കിയാലും ഇതേമാതിരി ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് പുറമെ ബേസിലേക്ക് പിടിച്ചെടുത്തിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം വലിയ കുളമല്ലേ ആണ്. 15 മീറ്റർ നീളവും 15 മീറ്റർ ഇതിലെല്ലാം വീതിയുണ്ട്. അങ്ങനെ ആയോ ഏകദേശം ഒരു 1.5 മീറ്ററോളം താഴ്ചയുണ്ടോ. ഇതിൽ നമുക്ക് അല്ലാതെ 3 മാസം കൊണ്ട് നമ്മൾ വളർത്തിയിട്ട് നമുക്ക് ഇതുവരെ എങ്ങനെയുള്ളൊരു വളർച്ച ഈ ഒരു എന്താ പറയുക ഈ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇത് കണ്ടില്ല. നല്ല വളർച്ചയുണ്ട്. പിന്നെ ഉള്ളതിന് ഇപ്പോൾ നമ്മൾ മദ്രാസിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീനെന്ന് പറഞ്ഞാൽ വയറൊക്കെ ഒട്ടി അങ്ങനത്തെ, പിന്നെ എന്ത് തീറ്റ കൊടുത്താലും 2 ദിവസം കൊണ്ട് പോയി പോകുന്ന രീതിയാണല്ലോ. ഇതിലിപ്പോൾ നമുക്ക് എടുത്ത് നോക്കിയാൽ ഒന്നിന് പോലും അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് കാണാനില്ല. ഇതിലിപ്പോൾ ബ്രീഡിങ്ങിന് ഉപയോഗിച്ചത് എത്ര ഫീമെയിലാണ് ഇപ്പോൾ ഇതിൽ 8 ഫീമെയിൽ 16 മെയില്. പക്ഷെ അത് ഒരുമിച്ചിട്ടിട്ടല്ല, ഒരു ഫീമെയിലും 2 മെയിലും കൂടി ഒരു ബോക്സിലിട്ടിട്ടാണ് നമ്മൾ ബ്രീഡാക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളാണ് ഇറക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പോകും, അല്ലാതെ കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പക്ക സ്റ്റേബിളായിട്ട് നമ്മുടെ അതേ സെയിം സാധനം തന്നെ ആ യെല്ലോ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മത്സുബ അതൊക്കെ കറക്റ്റ് ഇതാണ്. അങ്ങനത്തെ ടോപ്പ് ക്വാളിറ്റിക്കാണ് നമ്മളൊരു പീസിന് 20 രൂപ പറഞ്ഞത്. പിന്നെ അതിൻ്റെ നേരെ താഴെയുള്ള ക്വാളിറ്റി, അതായത് വലിപ്പമൊക്കെ ഒന്നായിരിക്കും, അതിന് 15, അതിൻ്റെ താഴെയുള്ള ക്വാളിറ്റിക്ക് 10 രൂപ. പിന്നെ ഷോപ്പുകാർക്ക് പ്രത്യേകമായിട്ടുള്ള റേറ്റാണ്. ഷോപ്പുകാരെ റേറ്റ് ഞാൻ പറയുന്നില്ല, അത് അവർക്ക് ഇവിടെ ഷോപ്പുകാർ
ഇപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലും പുറത്തുനിന്നുള്ളതാണ് വരുന്നത്. കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, നീലേശ്വരത്ത് നിന്ന് വരുന്നുണ്ട്, പിന്നെ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നുണ്ട്, തലശ്ശേരി, കണ്ണൂരിൽ നിന്ന്, അങ്ങനെ പല ഭാഗത്തുനിന്നും നമ്മളിവിടെ അടുത്തുനിന്നുള്ളത് കുറഞ്ഞ ആളുകളെ വരുന്നുള്ളൂ. അപ്പോൾ എത്രത്തോളം ആൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വളരെ ഇതായിട്ട് റേറ്റ് വളരെ ഇതിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കടകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ആർക്കും ആവശ്യം ഉണ്ടാവില്ല. എന്താ നമ്മൾ വെറുതെ കിട്ടുന്ന രീതിയിലായി പോവുക. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവരെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ വന്നാൽ ബൾക്കായിട്ട് കൊടുക്കും തീർച്ചയായിട്ടും. നമ്മുടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഐറ്റം. അതെ ഗിരീഷേട്ടാ, ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ സൂപ്പർ സ്റ്റാറുകളുണ്ടല്ലോ, ആ ബ്രീഡിംഗ് പേഴ്സ് കാണിച്ചു തന്നെ മെയിലും ഫീമെയിലും കാണിച്ച് അവരെ ഇതിൽ പെട്ടതാണ്. അവരെ കുട്ടികൾ ഇതൊക്കെ കണ്ടില്ലേ, കറക്റ്റ് അതേ സ്റ്റേബിൾ ലൈൻ തീരെ മാറാതെ. ഇതൊക്കെയാണ് നമ്മൾ 20 രൂപ തോതിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ അതിലും വലിപ്പമുണ്ട്. അതെ, ഇത് 10 രൂപയേ ഉള്ളൂ. ഇത് ഈ ഒരു ഇതിൽപ്പെട്ട് ഇതൊക്കെ 15 രൂപൻ്റെ അതിൽ പെടും. 10 ഇതൊക്കെ 15ൻ്റെ പെടുന്നതാണ്. ഇത് 15 പെടുന്നതാണ്. ഇത് 10 പെടുന്നതാണ്. ഇതൊക്കെ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇത് തന്നെയാണല്ലോ. ഇതിപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളതാണ്. പക്ഷേ ഇതിന് 15 രൂപയേ ഉള്ളൂ. കാരണം ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. ഇതൊക്കെ ഒന്നും പറയാനില്ലാത്ത അത്രയും ടോപ്പ് ആൻഡ് ടോപ്പ് ക്വാളിറ്റിയാണ്. ഇതൊക്കെ അത്രയും ഗോൾഡ് കറക്റ്റ് എന്താ പറയുക, ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വില നമ്മൾ എന്താ പറയുക ഒരു അത്രയും ഇതാണ്. ഇതിലുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ബോഡി ഷേപ്പ് കണ്ടാൽ അറിയാം. ഇതിൽ 95% ഒരു 5% മാറ്റം ഉണ്ടാവും. 95% ശരിക്ക് വലുതാകുന്ന ഇതാണ്. ഈ ബോഡി ഷേപ്പ് കണ്ടാൽ അറിയാം കറക്റ്റ്. ഇതൊക്കെ വലിയ വലിപ്പം വെക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള. കാരണം ഒന്നുമില്ല, പിന്നെ അതുപോലെ ബൾജായിട്ടുമില്ല, അങ്ങനെയുള്ള ഇതിൽ പെട്ടതാണ്. ഇതൊക്കെ 15 പെടുന്നതാണ്. ഈ ഐറ്റമൊക്കെ 20 പെടുന്നതാണ്. ഇതിൽ തന്നെ ഈ ഒരു വലിപ്പത്തിലുള്ളതുണ്ട്. അതായത് നമ്മൾ ബ്രീഡാക്കിയിട്ട് ഒരു മാസത്തിന് ശേഷം ലാസ്റ്റ് ബ്രീഡാക്കിയ ആ ഒരു സൈസൊക്കെ 5 രൂപ തോത് കൊടുക്കും. അത് കൂടുതൽ ഇതെല്ലാം ഈ ഒരു വലിപ്പത്തിലുള്ളതല്ലോ, ഈ ഒരു വലിപ്പത്തിലുള്ളത് പിന്നെ 5 രൂപ തോത്. അത് കൂടുതലില്ല, എന്നാലും ഒരു 10-2000 പീസൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിൽ പെട്ട 20 രൂപൻ്റെ ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ 15 രൂപ, പിന്നെ 10 രൂപ. ഇതൊന്നും പറയാനില്ല, അത്രയും ഇതാണ്. ഇതൊക്കെ വലുതാകുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ആ പാറ്റേണും കാര്യങ്ങളും. ഈ ഒരു ഗോൾഡിലാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ മത്സുബൻ്റെ ആ ഒരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് വൈറ്റ്, റെഡ് ആൻഡ് വൈറ്റ് എല്ലാവരും ഉണ്ട്. ഇതിലുണ്ട് 5 രൂപൻ്റെ കുറേ ഉണ്ട്. ഒക്കെ ലാസ്റ്റ് ബ്രീഡാക്കിയതിൽ പെട്ടതാണ്. 10 രൂപ എത്ര മാസം പ്രായമായതൊക്കെ എല്ലാവരും ഒരു പിന്നെ 10 രൂപൻ്റെ 15 രൂപൻ്റെ ഏകദേശം 3 മാസത്തോളമായി. മറ്റേത് 5 രൂപൻ്റെത് 2 മാസത്തിൻ്റെ അടുത്താവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് 5000 പീസോ 10000 പീസോ 20000 25000 പീസ് വരെ കൊടുക്കാനുണ്ട്. ഓ ഉണ്ടല്ലേ, ഒന്നും പറയാനില്ലാത്ത ആ ടൈപ്പാണ്. അതെ അതെ, വലിപ്പത്തിനനുസരിച്ചല്ല ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ വിലയിൽ ഇതായി. ഇവർക്കിപ്പോൾ എന്ത് ഫുഡാണ് കൊടുക്കുക? അപ്പോൾ ഇവർക്ക് ഇപ്പം ന്യൂട്രിലിൻ്റെ 0.6 ആണ് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഗ്രോവലൊക്കെ കൊടുത്ത് വളർത്തിക്കൂടെ? ഓ ഗ്രോവലിൻ്റെ തന്നെ, ഗ്രോവലിൻ്റെ വരാലിന് കൊടുക്കുന്ന തീറ്റ ഉണ്ടല്ലോ, ന്യൂട്രില്ലാതെ ന്യൂട്രില്ല 0.6. ഇതൊക്കെ ഇപ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇതിന് 15 ആണ്. ഇതൊക്കെ ഷോർട്ടേജാണ്. ഇതിപ്പോൾ 1 2 3 ഇവരൊക്കെ ഷോർട്ടേജാണ്. അവർക്കും അതേ സ്ഥാനത്ത് 15 രൂപ നമ്മൾ ഈടാക്കും. അതെ, ഇതെല്ലാം നമ്മൾ ബ്രീഡാക്കുന്ന സമയത്ത് 6 സെറ്റ് ഫുള്ള് ഒരുമിച്ചാണ് ബ്രീഡാക്കുക. അപ്പോൾ ഇതിൽ നമ്മളല്ലാതെ പിടിച്ചിടുന്നില്ല. ഈ 6 സെറ്റും ഒരുമിച്ച് ബ്രീഡാക്കിയിട്ടാണ് നമ്മൾ കുളത്തിൽ ഇറക്കുന്നത്. 6 സെറ്റ്.
നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ മാതിരി അതേ സെയിം സിസ്റ്റം തന്നെ. പക്ഷെ അതിന് പിന്നെ ആദ്യമൊക്കെ നമുക്ക് മെയിലും ഫീമെയിലും എല്ലാം കുളത്തിൽ ഓപ്പണായിട്ട് തുറന്നു വിട്ടു. ഇനിയിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വലിയ നീളമുള്ള ഹാപ്പകളിൽ പിന്നെ മെയില് വേറെ ഫീമെയിൽ വേറെ. അതിപ്പോൾ ഒരു ബ്രീഡിങ് കഴിഞ്ഞാൽ അവരെ വേറെ ഹാപ്പയിലേക്ക് മാറ്റും, അടുത്ത കാരണം മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് മിനിമം ഒരു ഏകദേശം പിന്നെ 3 മാസത്തിൻ്റെ അടുത്താകുമ്പോഴാണ് രണ്ടാമത് ബ്രീഡാക്കുന്നത്. ഇപ്പോൾ ഒരു 15-20 ദിവസമായി ഉണ്ടാവും. 4-ാം കുളത്തിൽ നമ്മൾ ഇറക്കിയ അതിൻ്റെ ആ കുഞ്ഞുങ്ങൾ ഇതാണ്. അത് ഇന്നിപ്പം ബ്രീഡാക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം മാത്രമേ പിടിക്കൂ. അപ്പോൾ കുളത്തിലുള്ള വെള്ളത്തിൽ നിന്ന് ചേഞ്ച് വന്ന് നമ്മളിപ്പോൾ പുതിയ വെള്ളം വെച്ച് ശരിക്ക് എയറേഷനും കൊടുത്തു കഴിഞ്ഞാൽ അതെ 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 അല്ല ബ്രീഡാക്കുന്ന സമയത്ത് ഇത്രയല്ല ഈ ഒരു പരുവത്ത് കൊടുക്കും. അതായത് ഇതാ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ തിളച്ച് മറിയുന്ന ഈ ഒരു പവറിൽ കൊടുക്കും. ഇതെല്ലാം 120-ൻ്റെ പിന്നെ പമ്പിൽ നിന്ന് ഉള്ള എയർ ആണ്. ഇതിലെല്ലാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമാണെങ്കിൽ നാളെ രാവിലത്തേക്ക് പിന്നെ ബ്രീഡാവും. എനിവേ ബ്രീഡ് ആയിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരം പിന്നെ ഫീമെയിലിന് മാത്രം ഇഞ്ചക്ഷൻ കൊടുക്കും, ഹോർമോൺ ഇഞ്ചക്ഷൻ ചെയ്തിട്ട്. ഇതാ അതെല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിറിഞ്ചിൻ്റെ കളാണ്. ഫോഴ്സിൽ കൊടുക്കണം. അതെ 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 പിന്നെ ഫോഴ്സ് കുറയ്ക്കും. പിന്നെ കുറയ്ക്കും. അത് ഫീമെയിലിന് മാത്രമേ ഹോർമോൺ ഇഞ്ചക്ഷൻ്റെ പ്രശ്നമുള്ളൂ. ആദ്യം നമ്മളതൊന്നും നോക്കൂല, ഇതിന് പിടിക്കുക ഇഞ്ചക്ഷൻ ചെയ്യാണ്ട് എന്നുള്ള. പിന്നെ അതുമല്ലായിരുന്നു ആദ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരേ പാറ്റേണിലുള്ളതൊന്നല്ലേ ഈ നോക്കൽ. 4-5 എണ്ണം പിടിച്ചിട്ട് 2 ഫീമെയിലും ഒരു 5-6 പിന്നെ മെയിലും എല്ലാം കൂടി ആയിട്ടേനും. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ കറക്റ്റ് അതേ പാറ്റേണിൽ തന്നെ കുട്ടികളെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഓസ്കാറും ചെയ്യണ്ടല്ലോ. അതിപ്പോൾ അന്ന് വന്നപ്പോൾ ഉണ്ടായില്ലല്ലോ. ഇത് നമ്മൾ ചെറിയ കുട്ടികളെ ഇറക്കിയത് ഇവരെ ഓപ്പണായിട്ട് വളർത്തുകയാണ്. ഓപ്പണായിട്ടാണ് വളർത്തുന്നത്, കാരണം ചെമ്മീൻ ഉള്ളത് കൊണ്ട്. ഓസ്കാറിന് ഏറ്റവും ബെസ്റ്റ് ഫുഡാണല്ലോ. അതെ എത്ര ഐറ്റം ഓസ്കാർ? ഇത് 3 ഐറ്റംസ് ഉണ്ട് ഓസ്കാർ. പിന്നെ നമ്മുടെ ഇത് ആൽബിനോ ടൈഗർ ഉണ്ട്, ആൽബിനോ ഫയർ റെഡ്, പിന്നെ കോപ്പർ ഒരു 10-400 പീസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുളത്തിൽ ഇറക്കിയതാണ്. 600 പീസ് ഉണ്ട്, അതിലൊരു 10. ഇത് 6-7 ഇഞ്ചിൻ്റെ മേലുള്ളത് വരെ ഉണ്ട്. 5 ഇഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ്. ഇതൊക്കെ ഒരു 5 ഇഞ്ചിൻ്റെ ഇതാണ്. പിന്നെ ഇത് ടൈഗറിൻ്റെ ആൽബിനോ ഫയർ റെഡ് സോറി ഇത് ഫയർ റെഡ്. ഇത് കോപ്പർ. ഇത് നമ്മളിപ്പോൾ ഒരു ഇതിൽ കൊടുക്കുകയാണ്. അതായത് ഒരു 400 രൂപ തോതിലാണ് വലുത്. 6-7 ഇഞ്ച് ഉള്ളത് ഒരു 400 രൂപ തോത് കൊടുക്കും. പിന്നെ 5 ഇഞ്ചുള്ളത് 150 റുപ്യ വരുന്നുള്ളൂ ഒരു പീസിൻ്റെ റേറ്റ്. പിന്നെ അടുത്ത വർഷം പേരൻസ് ആയി കഴിഞ്ഞാൽ 3000 റുപ്യ തോതിലാണ് കൊടുക്കുക. വലിയ സൈസായിട്ട്. അതെ ഈ വർഷം ഏതായാലും കുളത്തുനിന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത വർഷം ഹാർവെസ്റ്റ് ചെയ്തിട്ട് തരംതിരിച്ച് പേരാക്കിയിട്ട് കൊടുക്കണം എന്നാണ് കരുതുന്നത്. ഇല്ല ഇപ്പോൾ വന്നാൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ കൊടുക്കും. അതായത് 400-500 ആ ഒരു റേഞ്ചിലാണ് 6-7 ഇഞ്ച് ഉള്ളത്. ഇതൊക്കെ 500 400 കൊടുക്കും. ഇത് ബട്ടിക്കോ ഫ്രീ, സീബ്ര സിക്കിൾഡ്, ആഫ്രിക്കൻ തിലോപ്പിയ, അങ്ങനെ 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതെ ഇതൊക്കെ ഇവിടെ ബ്രീഡായതാ. ഇത് നമ്മളൊരു പിന്നെ ഒരു 10-30 പീസ് 2 വർഷം മുമ്പ് കൊണ്ടുവന്നിട്ടാ. ഇപ്പം കുളത്തിൽ നിറയെ കുട്ടികളുണ്ട് തന്നെ ബ്രീഡായിട്ട്. പിന്നെ ചെറിയ സൈസ് എല്ലാം ഉണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 2 ഇഞ്ചോളം ഉണ്ടല്ലോ. ഇത് 10 രൂപ കൊടുക്കാം ഒരു പീസിന്. ഇത് പിന്നെ 5 ഇഞ്ച് പ്ലസ് ഉണ്ട്. ഇതൊക്കെ 50 രൂപ കൊടുക്കാം. 50 രൂപ. നമ്മൾ ആദ്യം നല്ല വില ഉള്ളതായിരുന്നു ആദ്യം. പിന്നെ നമ്മളിവിടെ തന്നെ ഹോൾസെയിൽ റേറ്റ് കൊടുത്തിരുന്നത് 200 റുപ്യൊക്കെ ആയിരുന്നു. അതെ അതെ അതെ. ഇതിപ്പോൾ ഒരു പീസ് 50 രൂപ കൊടുക്കാം. ഇത് ബൾക്കായിട്ട് നമുക്ക് എത്ര പീസ് കൊടുക്കാനും ഉണ്ട്. ഒരു 1000, 2000, 3000 ഒക്കെ കൊടുക്കാം. അത്രയും കൊടുക്കാനുണ്ട്. ഇതൊക്കെ 10 രൂപ കൊടുക്കാം. ഇത് പിന്നെ കുളത്തിൻ്റെ അടിയിൽ ചളി മാന്തിയിട്ട് അതിൽ എഗ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാകുന്നത്.
നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള മത്സ്യങ്ങൾ അല്ലേ? എന്താ ചൂലിപ്പരൽ എന്നൊക്കെ പറയുന്നത് അതാണ് അല്ലേ? ഇതെല്ലാം എന്താണ്, ഇത് ഭയങ്കര രസം. ഭംഗിയെ കാണാൻ അല്ലേ? അതെ, ഇതൊരു ഡാർക്ക് വെള്ളത്തിലാണെങ്കിൽ ഇവർ തന്നെ നല്ല ഡാർക്കായി മാറും. അതായത് വൈറ്റ് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടുള്ള നല്ല ഡിസൈൻ ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് റീറ്റെയിലും ഹോൾസെയിൽ എല്ലാം കൊടുക്കാനുണ്ട്. പിന്നെ ഷോപ്പുകാർക്കാണെങ്കിൽ സ്പെഷ്യൽ റേറ്റിന് കൊടുക്കും ചെയ്യാം. ഇതുണ്ടല്ലേ? അത് ജൈൻ ഗൗരാമി. ഇതൊരു 100 പീസ് ഉണ്ട്. ഇത് ഏകദേശം 1 ഫീറ്റ് വരുന്നതാണ്. ഇതൊരു 11 ഇഞ്ചൊക്കെ ഉണ്ടാവും. ബ്ലാക്ക് ഐ ആണ്. ഇതിൽ പിങ്കിൽ ബ്ലാക്ക് ഐയേ വരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. വൈറ്റിലാണ് ആൽബിനോ വരുന്നത്. ഇത് കറക്റ്റ് ഒരു അടി തന്നെ ഉണ്ട്. ഇതൊരു 11 ഇഞ്ച് അതുണ്ടാവും. ഇതിന്റെ വില വിളിച്ചു ചോദിച്ചാൽ അതെ. ഇത് മെയിൽ. അപ്പോൾ ഇത് എത്ര ഇഞ്ച് സൈസിലൂടെ കൊണ്ടിട്ടാണ്? ഇത് പിന്നെ നമ്മൾ ചെറിയ സൈസിൽ തന്നെ കൊണ്ടുവന്നിട്ടാ. ഇത് പൂഞ്ഞാറിന്ന് വരുത്തിച്ചായിരുന്നു. ചെറിയ കുട്ടികളായിട്ട് ഒരു 100 എണ്ണം ഇപ്പോൾ കൊടുക്കാനുണ്ട്. നാച്ചുറൽ പോണ്ടി കിട്ടപ്പോൾ വളരെ പെട്ടെന്ന്. ആ ഒരു നൂലാണ് അതിൻ്റെ പ്രത്യേകത, അടിഭാഗത്തുള്ള. അതെ ആണ് ഗൗരയുടെ പ്രത്യേകത. ഇത് നമുക്ക് റീറ്റെയിൽ മാത്രമല്ലേ ഉള്ളൂ? റീറ്റെയിൽ ഉണ്ടാവും. അതെ. അപ്പോൾ കോയക്ക നമ്മളെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്. നമ്മള് ഇന്നത്തെ ഫിഷിനൊക്കെ പിടിച്ച ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മള് എല്ലാമായിട്ടുള്ള ആളാണ്. അതെ. അപ്പോൾ ഇതെന്താ ഈ ഷർട്ട് തൂക്കിയിട്ടുള്ളത്? ഇത് സുരേഷിന്റെ യൂണിഫോം ആയിരുന്നു. അപ്പോ അവന് ഇത് ഇട്ടിട്ടായിരുന്നു കൂടുതൽ ദിവസം ഇതിലെങ്ങനൊക്കെ കറങ്ങല്. അപ്പൊ ഇതില് പിന്നെ ഈ കുട്ടികള് പൊന്തി വന്നതിന് ശേഷം ഈ പൊന്മാന്റെ ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ ഇവൻ തന്നെ പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കുന്നത് ഒരു ഐഡിയ ആണെന്നുള്ളത്. അപ്പൊ അവന്റെ ഷർട്ട് ഇവിടെ വെച്ച് ശേഷം ഇതുവരെ പൊന്മാനെ കണ്ടിട്ടില്ല. അത് നല്ലൊരു ഐഡിയ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, വരുന്നില്ല. പൊന്മാന് പിന്നെ വലുതും ചെറുതും ഒക്കെ വരാറുണ്ട്. ഇനിയിപ്പോ ഒന്നുമില്ല, വരുന്നില്ല. ഗൗര പറഞ്ഞു. ഇനി അടുത്തത് ഏതാ? ഇത് പിന്നെ ചെറിയ ഗൗരാണ്, അതായത് ബ്ലൂ ഗൗരാണ്. ബ്ലൂ ഗൗരക്ക് പിന്നെ കുട്ടികളെ വിരിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് സെറ്റ്. ഈ ഹാപ്പയിലായിട്ട് അവിടുന്ന് കുട്ടികൾ ഇതാവും ബബിൾസ് ഉണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ നിറയെ കുട്ടികളുണ്ട്. ഇതാ പൊന്തി കിടക്കുന്ന കണ്ടില്ലേ, പിന്നെ വലുതും ഇതെല്ലാം. കൊടുക്കാനുള്ളത്. അതെ. നമുക്ക് ഫീമെയിലും മെയിലും ഉണ്ടാവുമോ? ഉണ്ട്. മെയിലും കൊടുക്കാനുണ്ടാവും. മെയിൽ രണ്ടും കൊടുക്കാനുണ്ട്. പിന്നെ തൊട്ടപ്പുറം പിന്നെ ഏഞ്ചൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ സൈസിലുള്ള ഇപ്പോൾ റേറ്റ് വരുന്നത് ഗൗര? ഇത് പിന്നെ നമ്മൾ റീറ്റെയിലായി കൊടുക്കുന്ന ഒരു പീസിന് 30 രൂപ തോതിലാണ്. ഹോൾസെയിൽ 10 രൂപയാണ്. ഹോൾസെയിൽ മിനിമം 100 പീസ് എടുക്കണം. അതെ, ഇത് ഏഞ്ചലാണ്. ഇത് മാർബിൾ ഏഞ്ചലാണ്. പക്ഷേ മെയിനായിട്ട് മിക്സ് ആയും കൊണ്ടാണ് നല്ല പിന്നെ ക്വാളിറ്റി ഉള്ള സൈസാണ്. ഇതിൽ നാച്ചുറൽ പോണ്ടിൽ നല്ല പിന്നെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഇതിൽ തന്നെ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ പീസിനൊക്കെ വരുന്നത്? ഇത് ജോഡി റീറ്റെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് 100 രൂപയാണ്. പിന്നെ ഹോൾസെയിൽ കൊടുക്കുന്നത് 60 രൂപയാണ്. ഒരു പീസിന് 30 രൂപ. അത് നല്ല വലിയ അഡൾട്ട് സൈസാണ്. അതാ കാണുന്നുണ്ട്, നല്ല സൈസിലുള്ള. ഇതിന്റെ ഡബിള് ഉള്ളതുണ്ട്. അതായത് ഏകദേശം ഒരു 1.5 ഫീറ്റ് 2 ഫീറ്റ് വരെ ഒക്കെ വലിപ്പമുള്ളതുണ്ട്. പിന്നെ ഇത് ഒരു 300 റുപ്യ കൊടുക്കാൻ പറ്റും. ഇതൊരു 10-11 ഇഞ്ചോളം ഉണ്ടാവും. ഒരു അടിന്റെ അടുത്തുണ്ട്. 100 റുപ്യക്ക് കൊടുക്കാൻ പറ്റും. പിടിക്കുമ്പോഴാണ് നന്നായിട്ട് കാണാം. അതെ. പിന്നെ എന്താ വരുന്നത്? ഇത് 50 റുപ്യേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം 100 രൂപ 150 രൂപ ആ ഒരു റേഞ്ചിലായിട്ട് വരുന്നത്. ഇതൊരു പീസേ ഉള്ളത് കൊടുക്കാനുള്ളതല്ല. നല്ല രസമുണ്ട് കാണാം അല്ലേ ഇങ്ങനെ പിടിക്കുമ്പോൾ. ഇതിവിടെ ബ്രീഡ് ആയതല്ലോ. ഇതൊരു 5 വർഷം മുമ്പ് ഒരു 5-6 എണ്ണം നമ്മൾ കുളത്തിലിട്ടതായിരുന്നു. ഇതില് പിന്നെ 2 വർഷം മുമ്പ് ഒരു 700 എണ്ണം നമ്മൾ സെയിലാക്കിയിരുന്നു. വലുത് തന്നെ 700 എണ്ണം സെയിലാക്കിയിരുന്നു. 1 അടിന്റെ എത്ര വലുപ്പം വരും? 1 അടിന്റെ ഇവിടുന്ന് ഇതിലും കൂടുതൽ ഒരു 800 രൂപ ഒക്കെ നമുക്ക് കൊടുക്കാം. ആമ്പലുണ്ട്. ആമ്പല് ഇത് ഇലന്റെ മേലെന്ന് ചെടി പൊട്ടി മുളയ്ക്കുന്നതാണ്. ഇതാ ഇവിടെ ഒക്കെ കണ്ടില്ലേ, വേറെ ചെടിയായിട്ടുള്ളേ.
ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബഡ് വരുന്നത്? ഇത് നമ്മളിങ്ങനെ കൊടുക്കുന്നത് ചെറിയ പിന്നെ ബേസിനിൽ എല്ലാം നിറച്ച് പൂവോട് കൂടിയിട്ട് പൂവ് ഇട്ടതിന് ശേഷം പൂവോട് കൂടിയിട്ട് ആണ് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ കൊണ്ടുപോയി വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല. അടിയിൽ ചാണകവും പിന്നെ മണ്ണും എല്ലാം സെറ്റ് ചെയ്തിട്ട് പൂവ് വിടർന്ന് നിൽക്കുന്ന പൂവോട് കൂടി കൊടുക്കും. അത് 200 രൂപ പാത്രത്തിനടക്കം. 200 രൂപ. അതെ അതെ. ഈ ഒരു കളറുള്ള ആമ്പലിൻ്റെ അല്ലേ? അതെ അതെ. നമ്മളെ കഴിഞ്ഞ തവണ വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൻ്റെ ഒരു ഭാഗം ഇവിടെയും സംഭവിച്ചു. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചത്? അന്ന് പിന്നെ മേപ്പാടി ദുരന്തം ഉണ്ടാകുന്ന തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ വരെ നല്ല മഴ തന്നെയായിരുന്നു. ഇങ്ങോട്ടും ഭയങ്കര മഴയായിരുന്നു. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദുരന്തം ഉണ്ടായ സ്ഥലത്ത്? ഇവിടുന്ന് ഒരു പിന്നെ 10-30 കിലോമീറ്ററിന്റെ മേലുണ്ട്. പക്ഷെ ഇവിടെ നല്ല മഴ കിട്ടിയിരുന്നു. അപ്പൊ നമുക്ക് ഈ 3 കുളത്തിലേയും കൂടെ വെള്ളവും പുറത്തോട്ട് തോടിലേക്ക് പോകാനുള്ള പിന്നെ ഇതുണ്ട്, ഓവർഫ്ലോ പൈപ്പ് ഉണ്ട്. അപ്പൊ ഇത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആയതുകൊണ്ടും പിന്നെ മൊത്തം ചമ്മി വന്നിട്ട്, അതായത് ചണ്ടികളെല്ലാം വന്നിട്ട് ഈ ഓവർഫ്ലോന്റെ പൈപ്പ് അടഞ്ഞുപോയി. അങ്ങനെ നമ്മൾ ഇതേമാതിരിയുള്ള ചെറിയ ഹാപ്പകളായിരുന്നു കിട്ടിന്. അതിൽ മുഴുവനും പിന്നെ ഗപ്പിയിൽ ഒരു 10-42 ഐറ്റംസ് ഗപ്പി ഉണ്ടായിരുന്നു. അതിൽ പിന്നെ നമ്മുടെ അഫ്സൽ നാണിയുടെ അടുത്തുനിന്ന് എടുത്തിരുന്ന പ്ലാറ്റിനം റെഡ് ബിഗിയർ, പിന്നെ അതുപോലെ ചില്ലി മൊസൈക്ക്, പിന്നെ ഇത് മറ്റേ പർപ്പിൾ ബെറി ഡ്രാഗണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞ ഒരു 4-4.5 ലക്ഷം ഉറുപ്പ്യൻ്റെ സാധനം മൊത്തം കുളത്തുനിന്ന് പുറത്ത് പോയിട്ടില്ല, കുളത്തിൽ ആയി. പക്ഷെ നമ്മൾ പിടിക്കാൻ കുറച്ച് മിക്സഡ് ആയിട്ട് ഗപ്പിനെ പിടിക്കാൻ കഴിഞ്ഞ്. അപ്പം ബട്ടിക്കോഫ്രി, ജയൻ ഗൗരാമി, പിന്നെ ഇത് തിലാപ്പിയ, ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അവര് അടിച്ചു തീർത്ത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കിന് പിന്നെ ഒന്നിനെയും കാണാനില്ല. ആ രീതിയിൽ ഫിഷറീസിൽ നിന്ന് ആള് വന്നിരുന്നു. നമ്മൾ വീഡിയോ കൊടുത്തും ഒക്കെ എല്ലാ റിപ്പോർട്ടും കൊടുത്തിരുന്നു. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് പിന്നെ ബാലുശ്ശേരിയുള്ള രഞ്ജിത്ത് എന്ന് പറയും, അവർക്ക് പിന്നെ ലൈസൻസ് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട്, രജിസ്ട്രേഷൻ ലൈസൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കിട്ടിയില്ല. നമുക്ക് ഓർണമെന്റലിന്റെ ലൈസൻസ് ഉണ്ട്, പിന്നെ ഇതിന്റെ എഡിബിളിന്റെ ലൈസൻസ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്, വാലിഡ് ആണ്. പക്ഷെ ഒരു പൈസയും കിട്ടിയിട്ടും പിന്നെ അതേപറ്റി ഒരു വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ദുരന്തം ഒരുപാട് മേഖലയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയും ആ ദുരന്തം നല്ലതായിട്ട് സംഭവിച്ചു. 4-5 ലക്ഷത്തിൻ്റെ അടുത്ത് എമൗണ്ട് ഇവിടെ നഷ്ടപ്പെട്ടു. കുട്ടികളെ നോക്കാതെ പിന്നെ അഡൾട്ട് ആയിട്ട് നമ്മൾ സെയിൽസിന് വെച്ച സാധനമാണ് നഷ്ടപ്പെട്ടു. 42 ഐറ്റം ഗപ്പികൾ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ അത്രയും ഗപ്പികൾ വളർത്തിണ്ടാക്കി കൊണ്ടുവന്ന് ആ സൈസിലുള്ളത് ഒന്നിച്ച് ഒഴുകിപ്പോയത്. അത് മാത്രമല്ല ബലൂൺ മോളി ബലൂൺ പ്ലാറ്റി ഉണ്ടായിരുന്നു, പിന്നെ ഇത് ചോക്ലേറ്റ് മോളി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതേമാതിരി ഈ 3 കുളത്തിലും ഫുള്ള് ഹാപ്പയില് എല്ലാം നമുക്ക് പിന്നെ സെയിൽസിന് കറക്റ്റ് ആ ഒരു മൈൻഡ് ഒരു ഇതൊന്ന് പിറകോട്ട് നിന്നാൽ സെയിൽ ചെയ്യാൻ വേണ്ടി ലെവലായിരുന്നു. അതിൽ ആണ് ഒരു പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം നമുക്കും പറ്റി. അപ്പോൾ എങ്ങനെ സെയിലൊക്കെ എങ്ങനെ പോടെ? സെയില് ഇപ്പൊ നമുക്ക് പിന്നെ എൻ്റെ ഒരു അന്താസ കണക്ക് പ്രകാരം ഒരു 1 ലക്ഷം കുട്ടികളെ മേലെ 2 ഇഞ്ച് 2.5 ഇഞ്ച് ഉള്ളത് കൊടുക്കാൻ ആയിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ 3 സൈസിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഒരു പീസിന് 20 രൂപ, അതിന്റെ നേരെ താഴെ ഉള്ളത് 15 രൂപ, അതിലും താഴെയുള്ളതെന്ന് പറഞ്ഞാൽ വലിപ്പത്തിലല്ല, ക്വാളിറ്റിയിൽ താഴെയുള്ളത് പിന്നെ 10 രൂപ. ഈ 10 രൂപന്റെ ചിലപ്പോൾ 20 രൂപ കൊടുക്കുന്നതിന്റെ ഡബിൾ ഉള്ളതും ഉണ്ടാവും. ക്വാളിറ്റിക്ക് അനുസരിച്ച് അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കുക പറ്റില്ലേ? ഇവിടെ വന്ന് വാങ്ങാം. കൊറിയർ മിനിമം 2000 രൂപയ്ക്കുള്ള സാധനം പർച്ചേസ് ചെയ്യണം. ഒരു 350 റുപ്യ കൊറിയർ ചാർജ് ഉണ്ടാവും. വെള്ളവും ഇതെല്ലാം 2000 ഉണ്ടെങ്കിൽ 350 ഉണ്ടെങ്കിൽ 2000 റുപ്യക്കുള്ള സാധനം കൊറിയർ അയച്ചു. ഇവിടേക്ക് വരേണ്ട റൂട്ട് എങ്ങനെയാണ്? അപ്പോൾ ഇവിടേക്ക് നേരെ കൽപ്പറ്റന്ന് വരികയാണെങ്കിൽ കൽപ്പറ്റന്ന് പ്രൈവറ്റ് ബസ്, അതായത് പിന്നെ മാനന്തവാടി, മീനങ്ങാടി ഒക്കെ കണിയാമ്പറ്റ വഴി പോകുന്ന ബസ് നമ്മുടെ ഈ സ്റ്റോപ്പിൽ ഇറങ്ങാം. ചീങ്ങാടി എന്ന് പറഞ്ഞിട്ട് ചീങ്ങാടി ഇറങ്ങാം. പിന്നെ വണ്ടിയായിട്ട് വരുന്നവർക്ക് കൽപ്പറ്റന്ന് നേരെ കമ്പളക്കാട്, കണിയാമ്പറ്റ അങ്ങാടിയിൽ നിന്ന് റൈറ്റ് 2 കിലോമീറ്റർ പോന്നാൽ ചീങ്ങാടിയാണ് സ്ഥലത്തിൻ്റെ പേര്. എന്തായാലും ഒരു അടിപൊളി ഫാമൻ വിസിറ്റിംഗ് തന്നെ ആയി ഇന്നത്തെ. അപ്പോൾ നേരിട്ട് വന്നും ഫിഷ് മേടിക്കാം, കൊറിയറും ചെയ്യും. അപ്പോൾ നമ്മളെ ഇവിടെ കൊയ്ക്കാർപ്പ്, ഓസ്കാർ, ഗെയിൻ ഗൗരാമി, ഏഞ്ചല്, പിന്നെ ഏതാ ബട്ടിക്കോഫ്രി, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. അത് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മുടെ മിറാക്കി ഫിഷ് ഫാമിലുണ്ട്. പിന്നെ
നമുക്ക് മെയിനായിട്ടുള്ളൊരു ഇത് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ ഷോപ്പുകാർ ഇവിടെ അടുത്തുള്ള ആളുകൾ കുറവാണ്. കൽപ്പറ്റയും പനമരം അങ്ങനെയുള്ള അടുത്തുള്ള ആളുകൾ കുറവാണ്. ദൂരെ നിന്നാണ് ആളുകൾ മഞ്ചേശ്വരം, കാട്ടിക്കുളം അങ്ങനെ തുടങ്ങി ദൂരമുള്ള ആളുകൾ വരുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ പ്രൈസാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൈസിലൊക്കെ. കാരണം അവർക്ക് കുറഞ്ഞു കിട്ടും, കറണ്ട് വാടകയും ഷോപ്പിന്റെ വാടകയും ഇതെല്ലാം ഇതിൽ കഴിഞ്ഞു പോകണല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഉള്ള നല്ല ആകർഷകമായിട്ടുള്ള ഓഫർ ഉണ്ട്. അതിൽ നല്ലൊരു മികച്ച ഓഫറാണ് ഇപ്പോൾ കോയൊക്കെ കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് കോഴിക്കാർപ്പ് 2-2.5 ഇഞ്ച് ഉള്ളത് നല്ല ഓഫറുള്ള കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മദ്രാസിൽ നിന്ന് വരുന്ന ഏകദേശം ആ റേറ്റിൽ ക്വാളിറ്റി സാധനം നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ.